അച്ഛനും വല്യച്ഛനും അച്ചാച്ചനും ബാക്കി എനിക്ക്. കിട്ടുമായിരിക്കും അല്ലേ? പിന്നെ എന്തായാലും കിട്ടും. നമുക്ക് തരാതെ പിന്നെ അവൻ ആർക്ക് കൊടുക്കാനാ? ആണേ. ആ പറയേ. രാവിനോ ഒരു കുപ്പി ഒന്നരാ 850 രൂപ വരാം. കൊടുക്കണില്ല. അവൻ കൊടുക്കുന്നില്ല. കൊടുക്കുന്നില്ലാണോ? രണ്ട് പോകാൻ നീ അവനൊന്നുകൂടെ വിളിച്ചേ. വിളിക്ക്. രാവിന് ഈ 520 മാട്ട സാധനത്തിന് 850 അത്ര കുറവൊന്നല്ലേട്ടാ. പിന്നെ നീ ആയോണ്ട് ഞാൻ പറഞ്ഞൊരു 1000 ആക്കിണ്ട്. 2 കുപ്പി എടുത്തേക്ക് ഞാൻ തപ്പാ. കൊടുക്കില്ല. ഷോമിയോടെ വിനു ഇവന്മാര് പറയുന്ന കേട്ടെ ഈ 850 ആയിരത്തിനൊന്നും കൊടുക്കാൻ നിൽക്കണ്ടേട്ടാ. നല്ല കാശ് കിട്ടണ സമയം. ഞാൻ ഒരു 1500 വെച്ച് 3 കുപ്പി അങ്ങോട്ട് എടുക്കാം. കൊടുക്കില്ല. എന്താ കൊടുക്കാത്ത? ഞാൻ എപ്പോഴും വീട്ടിൽ പോകാന്ന് എടാ ബിനുവോ, ഇത് പാപ്പനാടാ. കയ്യും കാലും മറിച്ചിട്ട് പഞ്ചാരിയും പരിപ്പൊന്നും കൊടുത്ത് കൊടുക്കാൻ പറ്റണില്ലടാ. നിന്റെ അച്ഛനെ പോലെ കരുതിയിട്ട് പാപ്പന് 1 ലിറ്റർ താടാ. 2000 രൂപ തരാടാ പാപ്പൻ. കൊടുക്കണില്ല എന്ന് മാത്രം പറയരുതടാ. കൊടുക്കില്ല. പാട്ടി വേണ്ട, ഞാനടി നിർത്തി. പൊന്നുമലാണ് ഓരോ തുള്ളിക്കൊപ്പ കാശ് അവിടെ ഇരിക്കട്ടെ. കൊടുക്കില്ല. രാജ്യമെമ്പാടും സമ്പൂർണ്ണ ലോക്ക്ഡൌൺ 5ാം ദിവസത്തിലേക്ക്. രാജ്യത്താകെ മദ്യം കിട്ടാതെ ആത്മഹത്യ ചെയ്തവരുടെ എണ്ണം 30 കടന്നു. തുടങ്ങി നേരം വിളിക്കുമ്പോ തന്നെ കുപ്പി അന്വേഷിച്ചിട്ടുള്ള ആൾക്കാരുടെ വരവ് ആവശ്യങ്ങള്. എടാ കൈ വിറച്ചിട്ട് കടയിൽ സാധനം ഒന്നും എടുത്തു കൊടുക്കാൻ പറ്റണില്ലടാ. നീ ഒരു കുപ്പി ഉണ്ടെങ്കിൽ എടുത്തേ. ഇവിടെ കുപ്പിയൊന്നുമില്ല. നിന്റെ അപ്പനാന്ന് വിചാരിച്ചെങ്കിലും ഒരു കുപ്പി കൊണ്ടടാ. പാപ്പൊന്ന് പോയാ പറഞ്ഞു. എന്താ ബീവറേജാ? കൊണ്ടടാ, ഒരു കുപ്പി കൊണ്ടടാ. പാപ്പ ഇവിടെ കുപ്പിയും കോപ്പൊന്നും ഇല്ലാന്ന്. ആഹാ, നീയൊക്കെ നശിച്ചു പോവുള്ളടാ. തമ്പുരാനാണ്, നീയൊക്കെ നശിച്ചു പോവും. വെള്ളം കിട്ടാതെ ചത്തുപോടാ. ഇറങ്ങി പോവാ പറഞ്ഞു. നീയൊക്കെ ഗേജി കിട്ടാതെ അറിയുള്ളൂ. നാട്ടുകാരുടെ പ്രാക്കം മേടിച്ചു പിടിച്ച് എല്ലാം തല്ലി പൊളിക്കടാ. നീ നിന്റെ ഒരു ഒടുക്കത്തെ ഒരു കുപ്പി. താടി മുടി വെച്ച മൈത്താന്റെ വരെ പിടിക്കാം. മദ്യം കൊണ്ട് പറ്റാ. 10 കുപ്പി മദ്യാണ് മറ്റേ എറണാകുളത്ത് ഇവിടെ എത്തിക്കണേ. നമ്മുടെ ദുർബലൻ എടുക്കാൻ പോയണേ. ചേട്ടായിടെ പൊന്നു മോണില്ലേ, ഒരു 1/2 മണിക്കൂർ സമയം ചേട്ടായി കേറാ. 1/2 മണിക്കൂർ മാക്സിമം. അത് കഴിഞ്ഞാൽ പറ്റൂല. 1/2 മണിക്കൂർ കഴിഞ്ഞാൽ ഒട്ടും പറ്റൂല. മതി, ദതു മതി. എന്തായി? അവര് വിളിച്ചിരുന്നു. അവര് 10 മിനിറ്റുള്ള റീച്ച് ആവും. അവരൊന്ന് സാധനം കളക്ട് ചെയ്താ ഞാൻ അപ്പൊ തന്നെ സ്കൂട്ടാവൂട്ടോ. ഇവിടെ ആകെ സീന അമിട്ട് പൊട്ടിമാരിയ ഗ്ലാഡുവിന്റെ അവസ്ഥ. ടെൻഷനായിട്ട് വയ്യ. നീ പെട്ടെന്ന് ആ കുപ്പിയും കൊണ്ട് ഇങ്ങോട്ട് വന്നടവനെ. ഗോഡ്സം ഭായി, നമ്മളിത് ആദ്യമായിട്ട് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. ഒന്ന് പേടിക്കാണ്ടിരുന്നേ. ഹാപ്പി ആയിട്ടിരുന്നേ. ഹാപ്പി കൊറോണ ട്ടാ. ഹാപ്പി കൊറോണയാ? ഈശോയെ, കുപ്പി കാത്തോളണേ. ആർക്കടി മീ മദ്യം? ഗോഡ്സന്റെ നമ്മുടെ പുലിപ്പാറക്കൊന്ന് ഗോഡ്സൺ ഷാജിക്കാനെ പണിതേന് മോന്തേനൊക്കെ ഒരു വെട്ടിയില്ലേ, ആ വെട്ടി ആയിട്ടാണ് ഈ ഗോഡ്സൺ. പുള്ളിക്കൊരു അനിയൻ ചെക്കനുണ്ട്, ഒരു വധൂരി ചെക്കൻ. ഇപ്പൊ മദ്യം കിട്ടാൻ്റെ സിക്കായിരിക്കുക. ആ പന്നിക്ക് വേണ്ടിട്ട് ഇടിയില്ലേ. ടീമേ, ഇതാണ് ഗോഡ്സൺ ഭായി. ഇത് വേറെ ഏതോ വാണാണ്. അവന്റെ കളറ് മുടി ഊളത്തടിയും കണ്ടറിഞ്ഞൂടെ. ഈ ഗോഡ്സം ഭായിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിയാസെ കുപ്പി എടുക്കുക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്പിരിറ്റ് എടുത്ത് നമ്മുടെ ഭായ. നമ്മളും അതെ. നമ്മളറിയണ്ട. ഇവിടെ അപ്പൊ ഓക്കെ എന്നാ ശരി. ആര് സ്റ്റിക്കർ അടിച്ചേ? ഞാൻ. എന്തി? എഡ്യൂക്കേഷൻ ഒട്ടൂലല്ലേ?
എന്ത് പൊട്ടത്തരട അടിച്ചു വെച്ചാണേ പോലീസ് വിളിക്കൂട്ടാ. ഹാപ്പി കൊറോണ. ഹാപ്പി കൊറോണ. മെഡിക്കലിന്റെ സ്പെല്ലിംഗ് പോലെ അറിയാൻ പാടാത്തൊരു വാണങ്ങൾ ഇറങ്ങിയേക്കാ. ശരിയല്ലേ? ഏറെക്കുറെ ചെയ്യാനുള്ള ഞാനാരും പഠിപ്പിക്കാറില്ല ചെയ്യുന്നു. അവന്റെ ഒരു മെഡിക്കല് പൊളിക്ക് ഞാൻ ഹലോ സാറേ ഇവിടെ ഈ അതിർത്തി ഏരിയല്ലേ വണ്ടികൾ പൊളിഞ്ഞു കിടക്കുന്ന സ്ഥലം. അവിടെ ഒരു ഒമ്നിയില് മദ്യം കിടത്തുന്നു സാറേ. വണ്ടി നമ്പർ 5170. വൈറ്റ് ഒമ്നി. ഓക്കെ ഞാൻ വരാം. ഓഫീസേഴ്സ് അറിഞ്ഞിട്ട് ഞാൻ എങ്ങനെയും വെക്കും. പഞ്ഞർ ചൂട്ടിന് പൊള്ളി വിളിക്കാനുള്ള വാട്സപ്പ് എന്തായാലും ഹാപ്പിയോ. എനിക്കത് മതി. വാട്സപ്പായിട്ട് ഹാപ്പിയാണ് എൻ്റെ ഹാപ്പി. ഞാൻ കണ്ടു കത്തിച്ചിവിടെ. അയ്യോ എക്സസൈസ്. പേടിക്കണ്ട, കൊറോണയല്ല, അലർജിയാ. എനിക്ക് ഉമ്മാരെ കാണുന്ന തന്നെ അലർജിയാ. സാറേ കൊരട്ടിയില് അലർജിക്കുള്ള നല്ലൊരു ഡോക്ടർ എന്താ ഈ കുപ്പി ഇട്ടിരുന്ന ബൈ കുപ്പിട്ടി ബൈ. പക്ഷേ എക്സസൈസ് വണ്ടിന്റെ ബാക്കിലുണ്ടല്ലോ ബൈ. എക്സസൈസാ? എടാ ഒരു കാരണവശാലും എക്സസൈസിന് കീഴടങ്ങരുത്. എനിക്കിവിടെ കുപ്പി കിട്ടിയിരിക്കണം. എന്റെ ജീവൻ പോയാലും ഞാൻ അവർക്ക് കീഴ്പ്പെടില്ല ബൈ. എനിക്ക് അവനെ വേണമെന്ന്. സാറേ ഇത് പഴയ വണ്ടിയിലെ സാറേ, 80 മോഡൽ. എന്താ സാബു? കുഴിയാണ് സാർ. കുഴി? എന്റെ സാബു ഫാസ്റ്റായിട്ട് ഇവിടെ അവനെ പിടിക്കേ. വിടാം സാർ. അവരെന്നെ അതിസാഹസികമായിട്ട് കീഴ്പ്പെടുത്തി ബൈ. സാർ പിടിക്കണം സാർ. അത്യാവശ്യമായിട്ട് ഒരു അതെ, മരുന്ന് കൊണ്ടുവരണം. പോലീസ് ഡിപ്പാർട്ട്മെന്റ്. അത് ഞങ്ങളാ. ഇങ്ങോട്ട് വാ. ഞങ്ങളാളാ സത്യൻ സാറേ. സത്യജിത്ത്. ഓ സത്യജിത്ത് സാറേ, ഇവനെ പിടിച്ചതേ കേരള പോലീസാ. ഇവനെ പിടിക്കാൻ സ്കെച്ചിട്ടത് ഓടിച്ചതും പാവം ഞങ്ങൾ എക്സൈസാ. പട്ടം വെച്ചത് മാത്രം നിങ്ങൾ പോലീസ്. പിന്നെ എല്ലായിടത്തെയും പോലെ എക്സൈസിന്റെ കേസിൽ കയറി കളിച്ച് ആളാകാനുള്ള നിങ്ങളുടെ പോലീസിന്റെ പരിപാടി ഉണ്ടല്ലോ, അത് ഈ സത്യത്തിന്റെ റേഞ്ച് വേണ്ട. ശിവമോനെ, ഇവനെ ഞാൻ കൊണ്ടുപോവാ. എക്സൈസിന്റെ ഗേറ്റ് മലർക്കെ തുറന്ന് തന്നെ കിടക്കും. നിന്റെ പിള്ളേരെ കുട്ടി ഇവനെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ കൊണ്ടുപോക്കോ. പിടിച്ചു കയറോ. അതെ മലർക്കെ തുറക്കാൻ നമ്മുടെ സ്റ്റേഷനിൽ അതെ, ഞാൻ പറയുന്ന മാസ് പഞ്ചിൽ ഗേറ്റ് ഉണ്ടാവും. താൻ അതിനകത്ത് ഗേറ്റ് ഉണ്ടാക്കാൻ നിൽക്കണ്ട, കൊണ്ട ഗേറ്റ് വെക്കേ. ആ പിന്നെ സാബു പയ്യെ പോയാൽ മതി, മുമ്പത്തെ സ്പീഡ് വേണ്ട. വണ്ടിയുടെ കണ്ടീഷൻ നമ്മൾ നോക്കണം. വണ്ടി എടുക്ക. എടാ കുപ്പി ആ കൊപ്പറകളെ തീണ്ടാ. ഒരു 5-10 മിനിറ്റാ. എന്താണ് നിന്റെ പേര്? ദുർബലൻ. ശരിക്കുള്ള പേര് പറടാ. ബാലൻ. ഫോൺ എടുത്തോട്ടെ. ലൗഡ് സ്പീക്കർ ഇടാ. പേടിക്കണ്ട, സീനൊന്നുമില്ല. പിന്നെ നീ വല്ലതും കഴിച്ചോ? സ്നേഹം കൊണ്ട് ചോദിക്കണം സാറേ. അപ്പൊ നീ കോട്സിന്റെ ആളാ? ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ്. എന്നിട്ടെന്താ നീ ഇതുവരെ പറയാഞ്ഞേ? അത് പിന്നെ എടാ കോട്ടൻ എന്റെ സ്വന്തം ആളല്ലേ? ആണോ? എന്റെ ആദ്യത്തെ പോസ്റ്റിംഗ് അങ്ങ് മുത്തങ്ങ റേഞ്ചിലായിരുന്നു. അന്ന് കർണാടകയിൽ നിന്ന് ഇങ്ങോട്ട് സ്പിരിറ്റ് കൊണ്ടുവരുന്ന ഏർപ്പെടായിരുന്നു ഈ കോട്ടൻ. എനിക്കറിയാവുന്ന കേസല്ലേ? ആണോ? അന്ന് മുതലുള്ള പരിചയമായി കോട്ടനുമായിട്ട്. ഇവിടെ വന്നപ്പോ അവനെ കുറിച്ച് കേട്ടിരുന്നു, പക്ഷെ കാണാൻ പറ്റിയില്ല. ദുർബലിനെ ഞാനൊരു കരിക്ക് എടുക്കട്ടെ? വേണ്ട സാറേ. അയ്യോ അങ്ങനെ പറയരുത്, ഒരെണ്ണം എടുക്കാം. സാറിന് നിർബന്ധമാണെങ്കിൽ എടുക്കാം അല്ലേ? സതീശ, ദുർബലിനൊരു കരിക്ക്. ഭയങ്കര ഇഷ്ടം. അതിനെന്താ തണുപ്പിക്കാലോ? സതീശ തണുത്തതേ. തണുത്തത് സാറിന് വേണ്ടേ? എനിക്ക് വേണം. ആദ്യം മോനെ. വെരി ഗുഡ് സാർ. ഇതാണോ സാർ കരിക്ക്? അതെ. ഇനി സെല്ലിനകത്തേക്ക് പ്രവേശിച്ച് കാലുകൾ ഇങ്ങനെ അകത്തി നന്നായി കുനിഞ്ഞു നിൽക്കുക. എന്നാലേ കരിക്കിനിരിക്കുമ്പോൾ നല്ല പദം വരും. മര്യാദക്ക് നിന്നില്ലെങ്കിൽ ഈ കരിക്ക് മാറ്റി ഞാൻ ചക്ക കെട്ടി തൂക്കും. മനസ്സിലായോ? എന്ന് ഞാൻ അങ്ങോട്ട് ആയിക്കോട്ടെ, പോയിക്കോളൂ. പോട്ടെ സാർ. സാർ പൊസിഷൻ ഓക്കെ അല്ലേ? എക്സാക്ട്ലി. ഗുഡ് ബോയ്. ആ അനസേ, എത്ര സോഷ്യൽ ഡിസ്റ്റൻസ് ഇട്ട് നമ്മൾ ഇടിച്ചാലും അവൻ നല്ലോണം അലറുമ്പോ തുപ്പിലെറിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവന്റെ മോന്തയ്ക്ക് ഒരു 3 മാസ്ക് വെച്ച് കൊടുത്തേക്ക്. സാറേ N95 ഉണ്ടാവോ? മാസ്ക് ഓക്കെ? ഓക്കെ. സതീശ സാർ തുടങ്ങിക്കോ. സമയം കളയണ്ട.
ദുർബലിന്റെ കരച്ചിലല്ലത് വാസു. മെഡിക്കലെന്ന് എഴുതാൻ പോലും നിനക്ക് എന്നിട്ട് അവന് മദ്യം കൊടുത്തവൻ്റെ സതീശ കരിക്ക് മിസ് ചെയ്യല്ലേ? കറക്റ്റ് മുതുകത്ത്. അത് തന്നെ. എന്റെ പൊന്നെ കരുക്ക് സത്യം. ഇതാരെ ഗോഡ്സണോ? നിനക്കിപ്പോ കള്ള് കച്ചവടം അല്ലേ? അല്ല സാറേ, ആ 10 ഉപ്പ് ഇങ്ങനെ തന്നേക്ക് സാറേ. അനിയഞ്ചക്കന് ഒരിത്തിരി സീനായിട്ടിരിക്കണേ. അനിയനെന്താ സീൻ? അവനും മദ്യമില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. അവനും വേണ്ടി കൊടുന്നതാ സാറേ. ചുമ്മാ കഥ വിട് ഗോഡ്സാ. നിനക്കിപ്പോ മദ്യ കച്ചവടമാണെന്നും ഈ ടൈമിൽ നീ നന്നായിട്ട് കാശുണ്ടാക്കുന്നുണ്ടെന്നും എനിക്കറിയാം. എന്നാ കേട്ടോ, നിന്റെ കൈ കൊണ്ട് ഈ ആനത്തടത്തേക്ക് ഇനി ഒരു തുള്ളി മദ്യം ഒഴുകില്ല. ഒഴുകാൻ ഈ സത്യത്തിൽ സമ്മതിക്കില്ല. പിന്നെ ഈ കേസ് ദുർബലിന്റെ നില കെട്ടിവെച്ച് രക്ഷപ്പെടാമെന്ന് നീ വിചാരിക്കണ്ട. നിന്നെ ഞാൻ പൊക്കും ഗോഡ്സാ. പൊക്കിയിട്ട് പഴയ കണക്ക് അടക്കം ഞാൻ തീർക്കും. ഗോഡ്സാ, നിനക്ക് വേണ്ടി ഞാൻ കരുതിയിട്ടുണ്ട് നല്ല ചെന്തെങ്ങിന്റെ കൊല. അങ്ങോട്ട്